ഹലോ ഹായ് വെൽക്കം ടു എ വ്ളോഗ്സ്. അപ്പോൾ ഞാനിത് വേറൊന്നുമല്ല, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. കേക്കുമായിട്ട് വന്നിരിക്കുകയാണ്. കേക്ക് വരുന്നതിൽ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിന് നിൽക്കുകയാണ്. ഞങ്ങളിവിടെ എത്തി. യെസ്, അപ്പോൾ കേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്ത കേക്ക് വന്നിട്ടുണ്ട്. ഈ കേക്കുമായിട്ട് വേണം അവൻ്റെ അങ്ങോട്ട് റൂമിലോട്ട് പോകാൻ. ഞങ്ങൾ കുറച്ച് ലേറ്റായി, കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം ലേറ്റായി. അപ്പോൾ ആൾ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കേക്കുമായിട്ട് പോയിട്ട് അങ്ങനെ സർപ്രൈസ് കൊടുക്കാം. അപ്പോൾ കേക്ക് വന്നിട്ടുണ്ട്. കേക്ക് ഡെലിവറി കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേഗം പോയി കട്ട് ചെയ്യാം. അവർ ഉറങ്ങുന്നതിന് മുമ്പ് കട്ട് ചെയ്യാം. സമയം 10 മണിയായിട്ടുണ്ട്. ഓക്കെ, 10 മണിയായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് കത്തിക്കാം. തുറക്കുവാണോ? തുറക്കും. യെസ്, ഇതാണ് നമ്മുടെ കേക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അവൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, ബട്ട് സത്യം അവിടെ എത്തുമ്പോഴത്തേക്ക് ദൂരണ്ട് താഴെയും വീഴണം. അപ്പൊ അലീനെ വിളിച്ച് കാണിച്ചും കൊടുക്കണം. എടാ അളിയ, ഇവിടെ കേക്ക് കിടപ്പുണ്ട്, ഞങ്ങൾ ഇതും കൊണ്ടാ വന്നേന്ന്. ഇത് കോമഡി ആക്കുന്നു. തിരിയും കത്തിച്ചിട്ട് തിരിയും കിട്ടും. ഉണ്ടല്ലേ, സൗണ്ട് ഉണ്ടാക്കരുത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ അലി, ഹാപ്പി ബർത്ത്ഡേ ടു യു. നാളെ യൂട്യൂബ് മൊത്തം അലി വൈറലാകാൻ പോകുന്നു. ഇങ്ങനെ കേക്കിലോട്ട് ഫോക്കസ് ചെയ്തേ. അല്ലല്ലേ, അവിടെ വെച്ചിട്ടോ എങ്ങനെ വെച്ചാ വൈകിട്ടാണ് അറ്റം വരെ കിട്ടുന്നുണ്ട്. ഇല്ലല്ല, വൈകിട്ട് എടുത്തിട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. കൊടുത്തു. അവൻ കൊല്ലും. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നോട് ചോദിക്കാൻ മതി. കഴിക്കാൻ പറ്റാത്തത് 32 വയസ്സായി. അതും കൂടെ പറ. കുഴപ്പമില്ലല്ലേ, ഇതൊക്കെ ആർക്കറിയാത്ത. പിടി അവളി അവളി മട്ടൻ മന്തി. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടാണോ വരുന്നേ? കഴിഞ്ഞടാ, ഞങ്ങള് നേരെ വന്നവണ്ണം കട്ട് ചെയ്യുമായിരുന്നു. അതന്നെ, താഴെ കൊളുത്തി കൊണ്ടുവന്നു. പോരല്ലടാ, നീ മനസ്സിയാ. ഇപ്പൊ ഞങ്ങള് ലൈവ് ഓർഡർ ചെയ്താടാ. നീ ഇത് പറഞ്ഞ പിന്നെ ഞാൻ ഉറങ്ങില്ല. മൂക്കടിച്ചിട്ടില്ലേ, മൂക്കാണ് ചോദിച്ചു. പ്രവൃത്തി വന്നതിന് ശേഷം 80+ വന്ന് അതല്ലേ ഞാൻ പറഞ്ഞ, പെருக்கு വന്നപ്പോ 80+ ആണ്.
എടാ 3 വാച്ച് മേടിച്ചു. അല്ല സൗഫി ഇപ്പം കണ്ടോണോ, അവനത് കൈയിട്ടിട്ട് പറയും കൊള്ളില്ലടാ ഞാൻ എടുക്കുന്നു. ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ. വെറുതെ ഇട്ട് നോക്കാനെന്ന് ഒരാഴ്ച അല്ലേ? ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കാറ്റുകാരൻ്റെ. പക്ഷെ നല്ല ചേർച്ചുണ്ട് പെറുക്കെ, അടിപൊളിയുണ്ട്. എടാ നിനക്ക് കിട്ടുന്നേലേ ഒരര ഇട്ടാ മതി. അത് അവന് മനസ്സിലായിട്ടുണ്ട്. അതാ പറഞ്ഞേ കിട്ടുന്നേന്ന് ഒരര ഇട്ടാ മതി. അര വേണ്ട, അതിന് ഒന്ന് തുമ്മി കുറച്ചിട്ടാ മതി. കാശുകാരന എന്നാടാ മറ്റേ ഇത് മേടിക്കുന്ന റേഞ്ച് റോവർ. എടാ ഞാൻ ഒന്ന് മേടിച്ചിട്ടെ. എന്നെ അവിടെ ഇട്ടിട്ട് ഇടിക്കാനാണോ? അവിടെ ഇട്ടിട്ട് ഇടിക്കാനാണോ? എടാ ഞാൻ അങ്ങോട്ട് പോവാം. എന്തായാലും പേരായിരുന്നു രാഹുൽ. എനിക്കിങ്ങനെ കണ്ടാ മതി. ഒട്ടുക്കത്ത അഭിനയം. ഇംഗ്ലീഷ് കണ്ട മലയാളം മതി. നമ്മുടെ ഓഡിയൻസ് മലയാളികളാണ്. ചിക്കൻ കറി എന്താ? വെളുത്തുള്ളി അരിഞ്ഞു, പച്ചമുളകുണ്ട്, തക്കാളി ഉണ്ട്. ഓക്കെ എടുക്കുന്നുണ്ടെന്ന്. കണ്ണൂർ സ്പെഷ്യൽ ആണോ ഈ ചിക്കൻ കറിക്ക്? എന്തെങ്കിലും പ്രത്യേകം പേര്? കണ്ണൂർ സ്പെഷ്യൽ, കണ്ണൂർ ചിക്കൻ കറി എന്നുള്ളല്ലേ? ടേസ്റ്റ് നോക്കിട്ട് ഞാൻ പറയാം. കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് തന്നെ പറയും. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് പോണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പ്രാവശ്യം എന്താന്ന് നോക്കാം. ബിരിയാണിയോ? ആ അല്ല, പക്ഷെ നല്ലതായിരുന്നു അത്. ഇത് ഇഷ്ടപ്പെട്ടു. ആ ബിരിയാണി ഇഷ്ടപ്പെട്ടു. കുഞ്ഞിനെ വിളിച്ചില്ലേ? വിളിക്കണം. സവോള വരട്ടുവാണല്ലേ? ജിമ്മി പോയിട്ട് വന്നാ. എന്റെ പേരോ ആന്റണി. ആലപ്പുഴ. ഇവൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടു. ഇവനെ ഞാൻ കണ്ടപ്പോഴാന്നറിയോ, ഞാൻ കല്യാണത്തിന് കേറുന്ന സമയത്ത് നമ്മൾ പുറത്ത് പിന്നെ വെള്ളത്തിന്റെ കൂടെ സ്നാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും എടുത്തോണ്ട് ടച്ചിങ്സിന് പോയതാ. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എങ്ങാണ്ട് ലാസ്റ്റ് വന്നതാ തോന്നുന്നു ടാറ്റ പറയാനായിട്ട്. ആ ടാറ്റ പറയാനുള്ള ബോധം പോലും ഇല്ല. ടാറ്റ പറയാനുള്ള ബോധം പോലും ഇല്ലായിരുന്നു. ഓ അതാണോ നീ ഇങ്ങനെ കാണിച്ച് ഇടയ്ക്ക് കൈമുക്കി? നിങ്ങളിത് കേൾക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാ അന്ന് കല്യാണത്തിന് വന്നപ്പോ ഞാൻ ഓർത്തു ഓക്കെ ഞാൻ കല്യാണത്തിന് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോ യുവമാർ എന്റെ കൂടെ കാണുമെന്ന്. പക്ഷെ എന്റെ കൂടെ അല്ലായിരുന്നു. ഞാൻ എടുത്ത റൂമില് അടിച്ച് പിമ്പിരിയായിട്ടിരിക്കുവായിരുന്നു. ഞാൻ വന്ന സമയത്ത് ടച്ചിങ്സ് എടുക്കാൻ ഇവന്മാര് വന്നതാണ് ഞാൻ കണ്ടത്. ഉണ്ടാവും. പിന്നെ എന്നാ എവിടെയാ പറഞ്ഞത്? ഓക്കെ. പിന്നെ ഇവന്മാര് പോകുന്നിടത്ത് ടാറ്റ പറയാൻ വന്നതാണ് ഞാൻ പിന്നെ കണ്ടത്. ഈ മഹാൻ ഇവനായിരുന്നു മെയിൻ ലീഡ്. അവനില്ല പാവം. ഇവൻ നമ്മളോട് പുതിയതായിട്ട് വന്നതാ. നിന്റെ വേറെ വീഡിയോ ഒന്നുണ്ടോ? അത് ഏത് വീഡിയോ? ഏത് വീഡിയോ? ചെണ്ടയോ? ഓ നീ ചെണ്ട കിട്ടോ? ഇവിടെ ചെണ്ടുണ്ട്. നാട്ടിലുള്ളൂ. ഒരു പ്രാവശ്യം ഇവിടെ ചെണ്ട കൊണ്ടുപോവാ. നമുക്ക് ഒരു ദിവസമായില്ലേ? ഒരു ദിവസം പരിപാടി എത്തിയാ
അല്ല നീ ഇതേ മറ്റേ ഇതേ കുത്തുവോ നമ്മുടെ എന്നാ പറയുന്നത് എന്താ ഇതിന്റെ പേരെന്നാടാ അല്ലടാ മറ്റേ ബോക്സ് പോലത്തെ കയ്യെ കൊട്ടുവോ കൊമ്പെന്ന് പറയുമ്പോ ഓ ഊതുന്ന കൊമ്പ് ഊതുന്ന ഓക്കെ കൂൾ നിങ്ങൾ തൃശ്ശൂർ പൂരത്തിന് ഇല്ല എത്തിയിട്ടില്ല ഓക്കെ നാട്ടിലെ അതെങ്ങനെ ഉണ്ടായിരുന്നടാ വൈഫിന്റെ വീട്ടിൽ വന്ന എക്സ്പീരിയൻസ് പുണ്യാളുടെ ഇവന്റെ കല്യാണത്തിന് പോയതല്ല ആരെന്നറിയാ ജോബിന്റെ കല്യാണത്തിന് പോയ ഫുഡല്ല ഇന്ത്യയുടെ വന്ന ഫുഡില്ലേ അതാണ് സെറ്റ് എന്തൊക്കെയായിരുന്നു അന്ന് ഫുഡ് കിട്ടിയത് കരിമീൻ പിന്നെ എന്താ പറയാ അച്ചാറിന് ഉണ്ടായി 2-3 അച്ചാറാ പിന്നെ അതാണ് ഏറ്റവും ടേസ്റ്റ് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വെക്കുന്നത് ഞാനതുകൊണ്ട് അല്ല കിട്ടൂല പിന്നെന്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല രസ സാമ്പാറ് ആ പിന്നെന്താ മെയിൻ ഐറ്റം പറ ബീഫ് താറാവ് 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 ബീഫ് ഒക്കെ ഉണ്ടായിരുന്നു ബീഫ് ഇപ്പം പോയത് ആ കരിമീനാ വലിയ കരിമീനല്ല കുഞ്ഞു എന്റെ ഫേവറേറ്റ് എന്താ ബീഫ് വീട്ടിലെ നല്ല മൊരിച്ച് അവന്റെ അവളുടെ അമ്മ ഉണ്ടല്ലോ അടിപൊളി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല കുറച്ച് ഗരം മസാല പറഞ്ഞല്ലേ ഇത്ര മാത്രമേ ഇട്ടു നീ നോർമൽ അല്ലേ ഓക്കെ അല്ലേ എന്നാ ചിക്കൻ കറി ബാക്കി ഉണ്ടാക്കിയ ഉപ്പുണ്ടോ നീ അന്നില്ലല്ലോ അല്ലെ ഈ പൊടി ഇട്ടേ ഞാൻ ഏത് പൊടിയിട്ട് സാമ്പാർ പൊടി അല്ല എന്നെ ഇത് ഇതിന്റെ ബദലില്ലേ ഉപ്പിന്റെ ബദല് സോഡാപ്പൊടി ഇട്ട് ചിക്കൻ കറിക്കകത്തോ ആടാ മാറിപ്പോയതാണോ എന്ന് എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്ത് നീ എല്ലാവർക്കും വിളമ്പിയോ നീ അല്ല കറിയാക്കി കഴിയുമ്പോ ഉപ്പ് വരുന്നില്ല ഇത് ഇട്ടിട്ട് 4-5 സ്പൂൺ ഇട്ട് പിന്നെ പതയാവാൻ തുടങ്ങി ലാസ്റ്റ് പറഞ്ഞ അലി ഇതാണോ ഉപ്പ് ഇതാണോ അല്ല അവൻ സോഡാപ്പൊടി എന്തിനാ അടുക്കള എടുത്ത് വെച്ചേ സോഡാപ്പൊടി എന്താ സോഡാപ്പൊടി വെച്ചിട്ട് വെള്ള അത് വേറെ എവിടെയും മാറ്റി വെച്ചു ഇവിടെ അടുക്കളയിലാണ് സോഡാപ്പൊടി എന്നിട്ട് എന്നെ കളങ്ങി മൊത്തം ഇല്ല എന്നിട്ട് ഫുള്ള് കഴുകിയത് ചിക്കൻ ആദ്യം കറി വെച്ച് നമ്മളാക്കിയില്ലേ മടിവാള റൂമില് എന്ത് ഇഫ്താർ പരിപാടി ആക്കിയില്ലേ ഇഫ്താർ ബിരിയാണി ആണോ ആ ബിരിയാണി ആ ഓക്കെ 6 മണിക്ക് അപ്പൊ ജോബി വന്നോടെ എനിക്ക് ജ്യൂസ് വേണം ജ്യൂസ് എടുക്ക് ജ്യൂസോ ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു ഉണ്ടാക്കി പഴയ കഴുകാതെ ഗ്ലാസ് ഉണ്ട് ഞാൻ കുക്ക് കഴുകാതെ ഓ ശരിക്കും പൊട്ടി വിട്ട ഗ്ലാസ്സില് നല്ല ടേസ്റ്റ് നീ എന്ത് മധുരം ഇട്ട് കൊടുത്തോ തിരക്ക് കാണണം നീ മധുരം ഇട്ട് കൊടുത്തോ എടാ എന്നിട്ട് എടാ പാവണ്ടാ ആ ഇതിപ്പം അവൻ അറിയും കേട്ടോ ഇതിനുള്ളത് അവൻ തന്നോളൂ ഇതുവരെ അവൻ ഇറങ്ങിയിട്ടില്ലല്ലോ ആ ഇതോടെ എന്തായാലും അറിയും ചിക്കന്റെ അളവ് കൂട്ടാൻ നമ്മൾ ബാംഗ്ലൂർ ആയിരുന്ന ഒരു മെയിൻ ഘടകമാണ് ഉരുളക്കിഴങ്ങ് ഓക്കെ അപ്പൊ ഇത് ബാംഗ്ലൂർ സ്പെഷ്യൽ ചിക്കനാ അല്ല കണ്ണൂർ സ്പെഷ്യൽ അല്ല സ്പെഷ്യൽ ആണ് പക്ഷെ നമ്മൾ ഇത് ഉരുളക്കിഴങ്ങ് ബാംഗ്ലൂർ സ്പെഷ്യൽ സത്യം പറഞ്ഞാൽ ചിക്കൻ കുറച്ചേ മേടിച്ചോളൂ അപ്പൊ അതിന് തേക്കാൻ വേണ്ടി നീ കിഴങ്ങിട്ടേക്കണം എന്നാ അതങ്ങനെ പറയാം അനിയതല്ലേ ഇതിന്റെ അപ്പുറം കാണിക്കും എടാ 1.5 രൂപ സാലറി മേടിക്കുന്ന നീ അല്ലടാ നിനക്ക് കുറച്ച് ചിക്കൻ ഇഷ്ടം മേടിച്ചൂടെ അടുത്ത മാസം ഫോർച്യൂണർ ഓർഡർ ചെയ്യുമ്പോ നാളെ അവനാണ് ഡയലോഗ് അടിക്കുന്നത് കേറി വാ അവരൊക്കെ എന്ത് ചെയ്യും നമസ്കാരം സോഡാപ്പൊടി സോഡാപ്പൊടി കഴിഞ്ഞ് ഒരു കുപ്പി നീ ഉള്ള കാര്യമല്ലേ പറഞ്ഞു ഇപ്പൊ എന്താ ഏറി കയറാന് എന്നാലും മോശമായിപ്പോടാ
നീ സോഡാപ്പൊടി ഇട്ട വേറെ ഒന്നും ഇടാൻ ഞാൻ നന്നായി. വല്ല വിമ്മോ വല്ലതും ഉണ്ടായിരുന്നില്ലേ തീർന്നേനെ. പുണ്യാള് 1 കിലോ ചിക്കനും ഉണ്ട്, 1 കിലോ ഉരുളക്കിഴങ്ങും ഉണ്ട് കേട്ടാ. നന്ദി. അതെയാ, 1.5 കിലോ വേണ്ട. എനിക്കറിയില്ല, നോക്കട്ടെ. നല്ല ടേസ്റ്റ്. ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രവിത്ത് ആജി ഉണ്ടാക്കിയ അടിപൊളി ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ്. വളരെ നന്നായിട്ടുണ്ട്, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഉണ്ടാക്കിയ പ്രവൃത്തിന് എന്താ പറയാനുള്ളത്? ഒന്നും പറയാൻ കഴിച്ചില്ല. ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാനേ പഠിച്ചില്ല. അത് എനിക്ക് തിന്നിട്ട് സംതൃപ്തിയാകാൻ എനിക്ക് അറിയില്ല. ഇനി അടുത്ത ആഴ്ച ഇതിനെക്കാട്ടിയും ഇല്ല. അങ്ങനെ ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്ത് ഫുഡെല്ലാം കഴിച്ച് തിരിച്ചു പോവാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഫ്രം എ വ്ളോഗ്സ്.